നമ്മൾ 10 സ്ത്രീകളെ എടുത്താൽ അതിൽ ഒരാൾക്ക് PCOS അല്ലെങ്കിൽ PCOD മസ്റ്റ് ആയിട്ടുണ്ട്. ഏജ് ആവണ അനുസരിച്ച് അവരുടെ ബോൺ ഹെൽത്ത് ഭയങ്കര റെഡ്യൂസ് ആവും. നമുക്കിത് ഫുഡ് ത്രൂ എന്തെങ്കിലും കൺട്രോൾ ചെയ്യാം? ഓഫ് കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. വേദന മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാൽഷ്യം കഴിക്കുവാണ്, പക്ഷെ അതൊന്നും അബ്സോർപ്ഷൻ നടക്കില്ല. അത് നടക്കണമെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ D നോർമൽ ആയിരിക്കും. 16-17 ഒരു ഏജ് എത്തുമ്പോഴേ ഗേൾസിൽ പീരിയഡ്സ് ഒരു ഇറഗുലർ ആയി തുടങ്ങുന്നു. അതായത് ഇപ്പം ഇന്ന് ഒരു ഡേറ്റിന് വന്നാൽ അടുത്ത മന്ത് ആ ഡേറ്റിന് വരുന്നില്ല. പപ്പായ ആക്ച്വലി അതൊരു മിത്താണ്, ഇൻസ്റ്റാഗ്രാം മിത്ത്. അതെ, ഞാൻ ഡയറ്റീഷ്യനാണ്, എന്നാലും എൻ്റെ ഗൈനക്കോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് നമുക്കിതൊക്കെ ഒരു മിത്താണ്, എന്നാലും എടുക്കണ്ട കേട്ടോ. ചിലവർ നമുക്കിപ്പോൾ നോർമൽ ഒരു ബേബിയെ ഒരു 1 ഇയർ മാക്സിമം ഒരു 1.5 ഇയർ വരെ എന്ത് ചെയ്താൽ മതി, ബ്രസ്റ്റ് ഫീഡിങ് ചെയ്താൽ മതി. ഓക്കെ, സ്മൂത്തീസ് മാത്രം കുടിച്ചിട്ട് സോ അങ്ങനെ 10 kg കുറഞ്ഞു. അത് നിർത്തി നമ്മളെ നോർമൽ ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോൾ 25 kg ആയിട്ട് ഗെയിനായി. ഈ സ്കിപ്പിംഗ് മീൽസ് പറയുമ്പോഴേ അവിടെ ഒരു ഫാസ്റ്റിംഗ് എന്നുള്ള കാര്യം കിടപ്പില്ലേ? ഞാൻ വീടിന് പുറത്തൊന്നും ഇറങ്ങാറില്ല, അതുകൊണ്ട് എനിക്ക് സൺസ്ക്രീൻ ആവശ്യമില്ല. അത് വേറൊരു വലിയ തെറ്റിദ്ധാരണയാണ്. നമ്മൾ റൂമിലിരിക്കുന്ന ലൈറ്റിനായാൽ പോലും നമുക്ക് സൺസ്ക്രീൻ വേണം.